ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടൻഹാം മത്സരം 1-0 എന്ന ഗോൾ സ്കോറിനാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയം കരസ്ഥമാക്കിയത്. സിറ്റിക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 47 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയും 33 പോയിന്റുമായിട്ട് 13-ാം സ്ഥാനത്താണ് ടോട്ടൻഹാമും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും ഈക്വൽ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഗൈസ് കാണാൻ വേണ്ടി സാധിച്ചത്. ടോട്ടൻഹാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. അതിൻ്റെ ഒരു പ്രഷർ നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ എനിക്ക് ടോട്ടൻഹാമിൻ്റെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഡിഫെൻസീവിലും മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്തും വലിയ സ്ട്രോങ് ആയിട്ട് തന്നെയായിരുന്നു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ഒരു ഫിനിഷിങ്ങിലെ ഒരു പോരായ്മ കൊണ്ടാണ് ഈ ഒരു മത്സരം സമനിലയെങ്കിലും അർഹിച്ചിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിറ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ട് കളിക്കാൻ തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നു. ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനോ ഈ ഒരു മത്സരത്തിൽ എനിക്ക് പറയാനുള്ളത് ഡുക്കു കളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മത്സരം സമനിലയിൽ തന്നെ അവസാനിക്കുമായിരുന്നു. വേറെ ഒരു തരത്തിലും യാതൊരുവിധ സപ്പോർട്ടും ഹാലൻഡിന് കൊടുക്കാൻ പറ്റിയ ഒരു താരവും ഇന്നത്തെ മാച്ചിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിഫൻസ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നിക്കോളാസ് ഗോൺസാലസും കൊവാക്കിച്ചും ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ ഡിഫൻസ് മിഡ്ഫീൽഡർ റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റും മിഡ്ഫീൽഡ് ഏരിയയിൽ കാണാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിഫൻസ് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് മാത്രം ഡ്രാസ് ഗാർഡിയോളൊക്കെ വെൽ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാച്ചിൽ ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടത് എന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡിബ്രോയിൻ്റെ ആ ഒരു ഫോം ഇല്ലായ്മ നല്ല രീതിയിൽ സിറ്റിയുടെ പെർഫോമൻസിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. കാരണം ഹാലൻഡിനൊരു ബോക്സ് പ്ലെയറാണ്. ഹാലൻഡിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു താരം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ഹാലൻഡിനെ കൊണ്ട് സാധിക്കുകയില്ല. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബെൻസിമനെ പോലെ ഒരു എംബാപ്പയെ പോലെയുള്ള ഒരു സ്ട്രൈക്കറല്ല ഹാലൻഡ്. ബോക്സിനകത്ത് മാത്രം ചാൻസസ് ക്രിയേറ്റ് ചെയ്താൽ കിട്ടില്ല പോലെ ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഇവരെക്കാൾ മുൻപന്തിയിൽ തന്നെയാണ് എർലിംഗ് ഹാലൻഡ്. പക്ഷേ സ്വന്തമായിട്ടൊരു വൺ മാൻ ഷോ കാണിക്കാനുള്ള അങ്ങനെ ആ ഒരു തരത്തിലുള്ളൊരു പ്ലെയർ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉടനീളം ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. സിറ്റി ടോപ്പ് 4 ഫിനിഷ് ചെയ്യും എന്ന് തന്നെയാണ് ഗൈസ്. പേഴ്സണലി എൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ തന്നെയാണ്. ഇനി വരുന്ന മത്സരങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.